നമുക്ക് ഇത് വരുന്നത് തൃപ്പൂണിത്തറ തിരുവാങ്കുളമാണ് ലൊക്കേഷൻ വരുന്നത്. അതായത് ഭാരത് പെട്രോളിയം പമ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ് തിരുവാങ്കുളമാണ് പ്രോപ്പർ ലൊക്കേഷൻ. എക്സ്പ്രസോ പരിചയപ്പെടാം. ഇത് ഏതാ മോഡൽ? ഇത് 2021 മോഡലാണ് വരുന്നത്. 21 മോഡൽ. വേരിയന്റ് VXA ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി 31,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളും വരിക? ഇത് വരുമ്പോൾ നോർമൽ മാരുതി സ്റ്റാൻഡേർഡ് ഫീച്ചർ ആണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, നോർമൽ മ്യൂസിക് സിസ്റ്റം വരുന്നത്. ABS എയർബാഗ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ്. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഫുള്ളി കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ളത് എല്ലാം ഉണ്ട്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന്റെ പ്രൈസ് വരുന്നത് 485 ആണ് പ്രൈസ് വരുന്നത്. ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇതിന് വാറന്റി ഉണ്ടോ? ഇതിന് വാറന്റി വരുന്നുണ്ട്. ഇതിന്റെ 1 ഇയർ വാറന്റി വിത്ത് 3 ഫ്രീ സർവീസ് വരുന്നത്. കമ്പനി വാറന്റി വരുന്നതാണ്. അതായത് വീണ്ടും ഒരു എക്സ്പ്രസ് തന്നെയാണ് നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് അതിനോ? ഇത് വരുന്നത് 2021 വെഹിക്കിൾ തന്നെയാണ് വരുന്നത്. 36,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വരുന്നത്. ഇത് പെട്രോൾ എഞ്ചിൻ അത്യാവശ്യം മൈലേജ് ഉള്ള വെഹിക്കിളാണ്. കമ്പനി സർവീസ് എല്ലാം വരുന്നത്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? ഇത് വരുമ്പോഴും നോർമൽ 2 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് അതിൽ പറഞ്ഞ പോലെ തന്നെ ഓട്ടോമാറ്റിക് വെഹിക്കിൾ തന്നെ. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടത് അത് ഓട്ടോമാറ്റിക്. അത് രണ്ടും. അപ്പോൾ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടും. കാരണം 2 വാഹനങ്ങൾ സെയിം കളറിൽ സെയിം മോഡലിൽ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയർ. ഈ വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന്റെ 480 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. നമുക്ക് ലോൺ ഒക്കെ ചെയ്യണമെങ്കിൽ എത്ര ഡൗൺ പേയ്മെന്റ്? ഇതിന്റെ മാക്സിമം ഒരു 50-60 ഡൗൺ പേയ്മെന്റ് അടച്ചിട്ട് വണ്ടി ഇറക്കാം. ഓക്കെ. ഇതിന് വാറന്റി കാര്യങ്ങളുണ്ടോ? ഇതിന് 1 ഇയർ വാറന്റി വിത്ത് 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. നമുക്ക് വിശ്വസിച്ചെടുക്കാം. അതുകൊണ്ടാണ് ഇവര് പറഞ്ഞ വാറന്റി കാര്യങ്ങളൊക്കെ തരുന്നത്. അടുത്തായിട്ട് മാരുതിയുടെ സെലേറിയോ, ഓൾഡ് ഫേസിൽ വരുന്ന സെലേറിയോ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2019 മോഡൽ വണ്ടിയാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 42,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 42,000 പെട്രോൾ എഞ്ചിൻ. VXA വേരിയന്റ് ആണ് വരുന്നത്. VXA വേരിയന്റ്. എന്തൊക്കെ ഫീച്ചേഴ്സ് വരിക? ഇത് വരുമ്പോൾ നോർമൽ AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, 4 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. എല്ലാം വരുന്നുണ്ട്. അഡീഷണൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ടയറും കണ്ടീഷൻ. ഇതിൽ വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇതിന് മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഇതിന്റെ ബോണറ്റ് മാത്രം ജസ്റ്റ് റീപ്ലേസ്മെന്റ് ആണ്. മേജർ ആക്സിഡന്റ് അല്ല. കാരണം ബോണറ്റ് മാത്രം മാറിയിട്ടുള്ള ഗ്ലാസും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടാണ് വാഹനം സെയിൽ വെച്ചിട്ടുള്ളത്. ഒരു കാര്യം ഹൈഡ് ചെയ്യുന്ന പരിപാടി ഇല്ല അല്ലെ? ഈ വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 480 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 4,80,000 രൂപ. അതായത് മാരുതിയുടെ ബലേനോ. ഇതിന്റെ മോഡൽ ഏതാ? ഇത് 2018 മോഡൽ വണ്ടിയാണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടി. ആൽഫ വേരിയന്റ് ആണ് വരുന്നത്. ആൽഫ എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷൻ വണ്ടി. ഓണർഷിപ്പോ സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. 45,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടിയാണല്ലേ? ആൽഫ എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് കാണും? ഫീച്ചർ വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആയിരിക്കും വരുന്നത്. പിന്നെ അലോയ് വീൽ വരുന്നുണ്ട്. പിന്നെ നോർമൽ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലായിരിക്കും വരുന്നത്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ആൽഫ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി എല്ലാത്തരം ഫീച്ചേഴ്സും കാര്യങ്ങളും വരും. പിന്നെ അഡീഷണൽ ആയിട്ട് കസ്റ്റമർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട് അല്ലേ? ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന്റെ പ്രൈസ് വരുന്നത് 580 ആണ് ആസ്കിംഗ് പ്രൈസ്. 5,80,000 ചോദിക്കുന്ന പ്രൈസ്. അടുത്തായിട്ട് ഹ്യുണ്ടായിയുടെ i20 പരിചയപ്പെടാം. ഇതിന്റെ മോഡൽ ഏതാ? ഇത് 2013 വെഹിക്കിൾ ആണ് വരുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ ആണ് വരുന്നത്. 44,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഏതാ വേരിയന്റ്? ഇത് മാഗ്ന വേരിയന്റ് ആണ്. പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടി. ഈ മാഗ്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരിക? നോർമൽ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് ആണ് വരുന്നത്. 4 ഡോർ പവർ വിൻഡോ വരുന്നത്. 4 ഡോർ പവർ വിൻഡോ കാര്യങ്ങളുണ്ട്. നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. നിലവിലുള്ള എല്ലാ വാഹനങ്ങളുടെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആയിരിക്കും. വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയും. ഇത് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇതിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 325 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 2023 വെഹിക്കിൾ ആണ് വരുന്നത്. സ്വിഫ്റ്റ് ZXA വേരിയന്റ് ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. പെട്രോൾ. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 29,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ അല്ലേടാ? ജെനുവിൻ കിലോമീറ്റർ വരുന്നത്. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഇത് വരുമ്പോൾ നോർമൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. പിന്നെ അലോയ് വീൽസ് ആണ് വരുന്നത്. അലോയ് വീൽസും കാര്യങ്ങളുണ്ട്. പിന്നെ ബാക്ക് വൈപ്പറും വരുന്നുണ്ട്. ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് ഉണ്ടോ? ഇതിന് മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിന്റെ ബാക്ക് ഡിക്കി ഡോർ മാത്രം മാറിയിട്ടുണ്ട്. ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ്മെന്റ് അല്ല. അപ്പൊ മേജർ ആക്സിഡന്റ് സംഭവിച്ചിട്ടില്ല. റീപ്ലേസ് മാത്രമേ ഉള്ളൂ അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 7,05,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 7,5. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ചെറിയ ഡിവിഷൻ വരും. 2018 മോഡൽ എർട്ടിഗ ആണ് വരുന്നത്. 7 സീറ്റർ വെഹിക്കിൾ ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 18,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. ഏതാ വേരിയന്റ്? ഏതാ? VXA വേരിയന്റ് ആണ്. ഓട്ടോമാറ്റിക് ആണല്ലേ? ഈ VXA എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവുക? VXA വരുമ്പോൾ നമുക്കിത് 4 ഡോർ പവർ വിൻഡോ ആയിരിക്കും വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, നോർമൽ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. അതുപോലെ തന്നെ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംപ്സും
ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം പക്കയല്ലേ? എല്ലാം പക്കയാണ് വരുന്നത്. എല്ലാം പക്കയാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വേറെ ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 890 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 8,90,000 രൂപ. ഇതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റൂടാ? ഇതിന് 85-90% വരെ ലോൺ അവൈലബിൾ ആണ്. ഇത് വരുമ്പോൾ 2022 മോഡൽ മാരുതി വാഗനാർ ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വരുന്നത്. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ZX പ്ലസ് വേരിയന്റ് ആണ് വരുന്നത്. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 10,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. പെട്രോൾ എഞ്ചിൻ അല്ലേ? പെട്രോൾ എഞ്ചിൻ. ഈ പറഞ്ഞ 10,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ആണ് വരുന്നത്. ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. ഈ ZX എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉണ്ടാവും? ഇത് വരുമ്പോൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് റിവേഴ്സ് ക്യാമറ ആണ് വരുന്നത്. പിന്നെ നമുക്ക് വരുമ്പോൾ നോർമൽ AC പവർ സ്റ്റിയറിംഗ് സെൻട്രൽ ലോക്ക് ആണ് വരുന്നത്. പിന്നെ അലോവീൽസ് വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ ആണ്. ABS, എയർ ബാഗ്, പാർക്കിംഗ് സെൻസർ, ഫോഗ് ലാംപ്സ്, മിറർ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇൻഷുറൻസും കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 6,25,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 6,25,000 രൂപ. ഇതിന് 1 ഇയർ വാറന്റി വിത്ത് 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. കമ്പനി വാറന്റി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൾ ഇന്ത്യ മാരുതി ഏത് സർവീസ് സെന്ററിൽ പോയി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത് മാരുതിയുടെ തന്നെ ബ്രെസ്സയാണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ്. 2020 മോഡല് VXI ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ടാ? ഇതിന് കിലോമീറ്റർ വരുന്നത് 22,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയേക്കണേ. 22,000 കിലോമീറ്റർ. VXI എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും? VXI വരുന്നത് നോർമൽ സ്റ്റീരിയോ വിത്ത് ഇതാണ് വരുന്നത്. പിന്നെ സീറ്റ് കവർ കാര്യങ്ങൾ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അലോവിയിലും അഡീഷണൽ ചെയ്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തേക്കുന്നത്. മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാ ഫീച്ചറും കാര്യങ്ങളും ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 9,35,000 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 9,30,30,000 രൂപ. ഇതിന് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ലേ? ഇതിന് മാക്സിമം ലോൺ ചെയ്യാം. ഈ വാഹനത്തിന് വാറന്റി കാര്യങ്ങളുണ്ടോ? ഇതിന്റെ വാറന്റി വരുമ്പോൾ 6 മന്ത് വാറന്റി വിത്ത് 3 ഫ്രീ സർവീസ്. 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. ഓൾ ഇന്ത്യ മാരുതി സർവീസ് സെന്ററിൽ പോയി നമുക്ക് ഇത് കിട്ടും. 2019 മോഡൽ എർട്ടിഗ ആണ് വരുന്നത്. 7 സീറ്റർ ആണ്. ZX പ്ലസ് വേരിയന്റ് ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ വെഹിക്കിൾ ആണ് വരുന്നത്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ് വരുന്നത്. 35,000 കിലോമീറ്റർ ആണ് വെഹിക്കിൾ ഓടിയേക്കുന്നത്. 35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പെട്രോൾ എഞ്ചിൻ മാനുവൽ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ് വരുന്നത്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ടാവും? ഇത് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് സെൻട്രൽ ലോക്ക് ആണ് വരുന്നത്. പിന്നെ അഡീഷണൽ റിവേഴ്സ് ക്യാമറ വിത്ത് സ്റ്റീരിയോ വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ അഡ്ജസ്റ്റബിൾ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അതായത് ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ്. അലോവിയിലും പുഷ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. എല്ലാ വെഹിക്കിളും എല്ലാം വരുന്നുണ്ട്. ഇതിന് ഇൻഷുറൻസ് കാണാൻ ക്ലിയർ അല്ലേ? ക്ലിയർ. ചോദിക്കുന്ന പ്രൈസോ? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 9,55,000 ആണ് വരുന്നത്. 9,55,000 ചോദിക്കുന്ന പ്രൈസ്. ഇതിന് വാറന്റി ഉണ്ടോ? ഇതിന് വാറന്റി വരുന്നുണ്ട്. 6 മന്ത് വാറന്റി വിത്ത് 3 ഫ്രീ സർവീസ്. 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര കൊടുക്കേണ്ടി വരും? ഇതിനൊരു 60-70, അതൊരു 90% ആയാലും 85% ആയാലും ലോൺ അവൈലബിൾ ആണ്. 2022 മോഡൽ വാഗനാർ ആണ് വരുന്നത്. ZXI വേരിയന്റ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ. 30,000 കിലോമീറ്റർ ആണ് ഓടിയേക്കണ വണ്ടി. 30,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ വരുന്നത്. ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സും കാര്യങ്ങളും? ഇത് വരുമ്പോൾ നോർമൽ AC പവർ സ്റ്റിയറിംഗ്, മാരുതി സ്റ്റീരിയോ ആണ് വരുന്നത്. ഫോഗ് ലാംപ്സും കാര്യങ്ങളെല്ലാം അഡീഷണൽ. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. പേപ്പർ ഭാഗം എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 5,80,000 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. ഇത് നമുക്ക് ലോൺ എത്ര ചെയ്യേണ്ടി വരും? 85-90% വരെ ലോൺ അവൈലബിൾ ആണ്. ഡൗൺ പേയ്മെന്റ് 60 റേഞ്ചിൽ 50 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച വണ്ടി നമുക്ക് വണ്ടി ഇറക്കാം. ഇതിന് വാറന്റി ഉണ്ടോ? ഇതിന് 1 ഇയർ വാറന്റി വിത്ത് 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്.